നമസ്കാരം. നമ്മുടെ SCRT സീരീസിൽ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഭാഗത്തുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാസബന്ധനം, അതുപോലെ 4ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണാനാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ രണ്ട് പ്ലേലിസ്റ്റുകളുണ്ട്. ഒന്ന് 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ടും അതുപോലെ 9ാം ക്ലാസ്സിന് വേണ്ടിയിട്ടും, അങ്ങനെ രണ്ട് പ്ലേലിസ്റ്റുകളുണ്ട്. അത് രണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത SCRT ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, സഹസംയോജക ബന്ധനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടോ. ശരിയായ പ്രസ്താവനകൾ: ഒന്ന്, ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെയാണ് സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 കുറവാണെങ്കിൽ അവ സഹസംയോജക സ്വഭാവമായിരിക്കും. 3, ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്ന രാസബന്ധനം ഏകബന്ധനവും 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന ബന്ധനം ദ്വിബന്ധനവും 3 ജോഡി ഇലക്ട്രോൺ വെച്ചുണ്ടാകുന്ന രാസബന്ധനം ത്രിബന്ധനവുമാണ്. നാലാമത്തത്, ഓക്സിജന്റെ തന്മാത്രയിൽ നടക്കുന്നത് ദ്വിബന്ധനവും നൈട്രജൻ തന്മാത്രയിൽ നടക്കുന്നത് ത്രിബന്ധനവുമാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഇതിലേതൊക്കെയാ ശരിയായ പ്രസ്താവനകൾ? നിങ്ങൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വീഡിയോ വായിക്കുക കേട്ടോ, ചോദ്യം വായിക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആൻസർ പറയാൻ പോവാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇത് 4 എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, ഏറ്റവും ശക്തിയേറിയ രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. 2, ഏറ്റവും ദുർബലമായ രാസബന്ധനമാണ് വാണ്ടർ വാൾഡ് ബലം. 3, മൂലക ആറ്റങ്ങളുടെ സംയോജിക്കുവാനുള്ള കഴിവിനെയാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. 4, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് അതിന്റെ സംയോജകത എന്ന് പറയുന്നത്. ഇതിൽ ഒരു പ്രസ്താവന തെറ്റായിട്ടുണ്ട്, അത് ഏതാന്നുള്ളത് കണ്ടെത്താം. ഇതിലേതാ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ, 3 മാത്രം എന്നുള്ളത്. ഏതാ 3? മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ളത് എന്താണ്? തെറ്റാണ്. എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ നമ്മൾ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അല്ല, എന്താ പറയുന്നത്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അല്ലേ, ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച ആരായിരുന്നു? അത് ലീനസ് പോളിംഗ് ആട്ടോ. ലീനസ് പോളിംഗ് ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ രൂപകൽപ്പന ചെയ്തത്. ഇനി മൂന്നാമത്തെ ചോദ്യം, സ്ഥിരമായി വൈദ്യുത ധ്രുവീകരണം നടന്നിട്ടുള്ള തന്മാത്രകൾ തമ്മിലുള്ള ബലം ഏതായിരിക്കും? സ്ഥിരമായിട്ട് വൈദ്യുത ധ്രുവീകരണം നടന്നിട്ടുള്ള തന്മാത്രകൾ തമ്മിലുള്ള ബലം ഏതാണ്? ഏതാ? ദ്വിധ്രുവ ബലമാണ്. ഓപ്ഷൻ എ ദ്വിധ്രുവ ബലം. ഓപ്ഷൻ എ ദ്വിധ്രുവ ബലം. നാലാമത്തെ ചോദ്യം, സഹസംയോജക ബന്ധനം, അയോണിക ബന്ധനം എന്നീ രാസബന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ബലങ്ങൾ ഒഴികെ സൂക്ഷ്മ കണങ്ങൾ തമ്മിലുള്ള ആകർഷണ വികർഷണ ബലങ്ങളെ വിളിക്കുന്നത് എന്താണ്? സഹസംയോജക ബന്ധനം, അയോണിക ബന്ധനം എന്നീ രാസബന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ബലങ്ങൾ ഒഴികെ സൂക്ഷ്മ കണങ്ങൾ തമ്മിലുള്ള ആകർഷണ വികർഷണ ബലങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? എന്താ? 1, അന്തർ തന്മാത്രാ ബലങ്ങളുണ്ട്. 2, ബാഹ്യ തന്മാത്രാ ബലങ്ങളുണ്ട്. ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, അന്തർ തന്മാത്രാ ബലങ്ങൾ എന്നാണ് പറയുന്നത്. ഈ അഞ്ചാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ബന്ധനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ബന്ധനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഏതാ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ഇടവിട്ടുള്ള വരകളാണ് ഹൈഡ്രജൻ ബന്ധനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആറാമത്തെ ചോദ്യം, മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരെന്താണ്? മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവാണ് ഡാഷ്.
എന്താ? സംയോജകതയാണ്. ഓപ്ഷൻ ബി സംയോജകത. മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണെന്ത്? സംയോജകത. ഇനി 7ാമത്തെ ചോദ്യം, ഏറ്റവും ശക്തിയേറിയ രാസബന്ധനം ഏതാണ്? ഏറ്റവും ശക്തിയേറിയ രാസബന്ധനം ഏതാ? സഹസംയോജക ബന്ധനമാണ്. ഓപ്ഷൻ എ സഹസംയോജക ബന്ധനം. ഏറ്റവും ശക്തിയേറിയ രാസബന്ധനം ഏതാ? സഹസംയോജക ബന്ധനമാണ്. 8ാമത്തെ ചോദ്യം, പ്രധാന വാണ്ടർ വാൾസ് ബലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 1 പരിക്ഷേപണ ബലം, 2 ദ്വിധ്രുവ ബലം, 3 ദ്വിധ്രുവ പ്രേരിത ദ്വിധ്രുവ ബലം. ഇതിൽ പ്രധാന വാണ്ടർ വാൾസ് ബലങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഇവ 3 ഓപ്ഷൻ ഇവ 3 എന്ത് തന്നെയാണ്? പ്രധാനപ്പെട്ട വാണ്ടർ വാൾസ് ബലങ്ങൾ തന്നെയാണ്. ഏതൊക്കെയാ? പരിക്ഷേപണ ബലം, അതുപോലെ ദ്വിധ്രുവ ബലം, ദ്വിധ്രുവ പ്രേരിത ധ്രുവ ബലം. ഇത് 3 എന്താണ്? പ്രധാന വാണ്ടർ വാൾസ് ബലങ്ങൾ തന്നെയാണ്. ഇനി 9ാമത്തെ ചോദ്യം, അന്തർ തന്മാത്ര ആകർഷണ ബലങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? അന്തർ തന്മാത്ര ആകർഷണ ബലങ്ങളെ വിളിക്കുന്ന പേര് എന്താ? വാണ്ടർ വാൾസ് ബലങ്ങൾ എന്നാണ്. ഓപ്ഷൻ എ വാണ്ടർ വാൾസ് ബലങ്ങൾ എന്നാണ്. 10ാമത്തെ ചോദ്യം, ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എത്രയാണ്? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എത്രയാ? 2.2 ആണ്. ഓപ്ഷൻ സി 2.2 ആണ് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. 11ാമത്തെ ചോദ്യം, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയില് കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയില് കണ്ടുപിടിച്ചത് ആരാ? ലീനസ് പോളിംഗ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നത് ലീനസ് പോളിംഗ് ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയില് കണ്ടുപിടിച്ചത്. 13ാമത്തെ ചോദ്യം, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായിട്ട് അവലംബിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായിട്ട് അവലംബിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. ഗിൽബർട്ട് എൻ ലൂയിസ്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായിട്ട് അവലംബിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര്? ഗിൽബർട്ട് എൻ ലൂയിസ്. 14 ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ പറയുന്ന പേര് എന്താ? അയോണിക ബന്ധനമാണ്. ഓപ്ഷൻ ബി അയോണിക ബന്ധനം. 15ാമത്തെ ചോദ്യം, ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലം ഏതാണ്? ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലം ഏതാണ്? ഏതാ? രാസബന്ധനമാണ്. ഓപ്ഷൻ സി രാസബന്ധനമാണ്. 16ാമത്തെ ചോദ്യം, ലീനസ് പോളിംഗിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിൽ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വില രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? പോളിംഗിന്റെ, അതായത് ലീനസ് പോളിംഗിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിൽ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വില രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാ? 0നും 4നും ഇടയില്ല. 0 to 4 അല്ലെ, 0നും 4നും ഇടയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17ാമത്തെ ചോദ്യം, ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെ തുക എത്രയാണ്? ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെ തുക എത്രയാണ്? 0 ആയിരിക്കും. ഓപ്ഷൻ സി 0 ആണ്. 18ാമത്തെ ചോദ്യം, ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യ അറിയപ്പെടുന്നത് എന്താണ്? ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യ അറിയപ്പെടുന്നത് എന്താ അറിയപ്പെടുന്നത്? ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓപ്ഷൻ ബി ഓക്സിഡേഷൻ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. 19ാമത്തെ ചോദ്യം, ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് ഡാഷ്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് ഡാഷ്. എന്താ? നിരോക്സീകരണമാണ്. ഓപ്ഷൻ എ നിരോക്സീകരണം. 20 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് എന്താണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് എന്താ? ഓക്സീകരണമാണ്. ഓപ്ഷൻ എ ഓക്സീകരണം. 21 രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം അറിയപ്പെടുന്നത് എന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം അറിയപ്പെടുന്നത്
എന്താ? സംയോജകത എന്നാണ്. ഓപ്ഷൻ എ സംയോജകത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 22 മോളിക്കുലാർ മാസ് താരതമ്യേന കുറഞ്ഞിട്ടും ജലം ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ കാരണം എന്താണ്? മോളിക്കുലാർ മാസ് താരതമ്യേന കുറഞ്ഞിട്ടും ജലം ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ കാരണം എന്താ? ജലം എന്താണ്? ഒരു പോളാർ സ്വഭാവം കാണിക്കുന്നതാണ് അല്ലെ. ഓപ്ഷൻ ബി പോളാർ സ്വഭാവം കാണിക്കുന്നതാണ്. 23ാമത്തെ ചോദ്യം, പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണം ഏതാ? ജലവും അമോണിയാണ്. ഓപ്ഷൻ സി ജലവും അമോണിയാണ് പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണം. 24 ഇപ്പോൾ പ്രചാരത്തിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇപ്പോൾ പ്രചാരണത്തിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാ? ലീനസ് പോളിംഗ് തന്നെയാണ്. ഓപ്ഷൻ എ ലീനസ് പോളിംഗ് തന്നെയാണ്. 25 ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലം അറിയപ്പെടുന്നത് എന്താണ്? ആറ്റങ്ങളെ പരസ്പരം ചേർത്തുന്ന ആകർഷണ ബലം ഏതു പേരിൽ അറിയപ്പെടുന്നത്? രാസബന്ധനം അല്ലെ. ഓപ്ഷൻ ഡി രാസബന്ധനമാണ്. 26 മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. ഓപ്ഷൻ ഡി ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. 27 ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് ഡാഷ്. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് ഡാഷ്. എന്താ? അയോണിക ബന്ധനമാണ്. ഓപ്ഷൻ ബി അയോണിക ബന്ധനം. 28 ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ പറയുന്ന പേര് എന്താ? സഹസംയോജക ബന്ധനമാണ്. ഓപ്ഷൻ എ സഹസംയോജക ബന്ധനം. ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ പറയുന്ന പേരാണെന്ത്? സഹസംയോജക ബന്ധനം. 29 ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാ? ഫ്ലൂറിൻ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ഫ്ലൂറിൻ ആണ്. 30 ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവിനെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവിനെ പറയുന്ന പേര് എന്താ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഓപ്ഷൻ എ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവിനെ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. 31 സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്ന തന്മാത്ര ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്ന തന്മാത്ര ഏതാന്ന് കണ്ടെത്താം. ഏതാ? മീഥെയിനും നൈട്രജനും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് കേട്ടോ. മീഥെയിന് നൈട്രജന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇനി 32 സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ്? സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ താഴെ തന്നിരിക്കുന്നതിൽ? ഓക്സിജനും ക്ലോറിനും ഫ്ലൂറിനും കേട്ടോ. ഓക്സിജൻ ക്ലോറിൻ ഫ്ലൂറിൻ. 33 അടുത്തടുത്തുള്ള മൂലകങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ദുർബലമായ പരസ്പര ആകർഷണ ബലം ഏതാണ്? അടുത്തടുത്തുള്ള മൂലകങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ദുർബലമായ പരസ്പര ആകർഷണ ബലം ഏതാണ്? ഏതാ? വാണ്ടർ വാൾസ് ആണ്. ഓപ്ഷൻ എ ആണ് വാണ്ടർ വാൾസ് ബലമാണ്. 34 ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഏതാണ്? ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഏതാ? റെഡോൺ ആണ്. ഓപ്ഷൻ ഡി റെഡോൺ ആണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് ഇത് റെഡോണ്. 35 റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാ? റെഡോൺ തന്നെയാണ്. ഓപ്ഷൻ ഡി റെഡോൺ തന്നെയാണ്. 36 വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അവയിൽ നിറക്കുന്ന വാതകം ഏതാണ്? വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അവയിൽ നിറക്കുന്ന വാതകം ഏതാണ്? ഏതാ? ആർഗൺ ആണ്. ഓപ്ഷൻ സി ആർഗൺ ആണ്. 37
പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഏതാ? സംക്രമണ മൂലകങ്ങളാണ് കേട്ടോ. സംക്രമണ മൂലകങ്ങളാണ് ഇത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ളത്. 38 നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതാണ്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതാ? സംക്രമണ മൂലകങ്ങളാണ്. സംക്രമണ മൂലകങ്ങളാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. 39 പീരിയോഡിക് ടേബിളിലെ 6ാം പീരീഡിൽ 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? പീരിയോഡിക് ടേബിളിലെ 6ാം പീരീഡ് മുതൽ 57 മുതൽ 71 വരെയുള്ള 6ാം പീരീഡിൽ 57 മുതൽ 71 വരെയുള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ലാന്തനോയിഡുകളാണ്. ഓപ്ഷൻ ഡി ലാന്തനോയിഡുകൾ എന്നാണ്. 40 7ാം പീരീഡിൽ 89 മുതൽ 103 വരെയുള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? 7ാം പീരീഡിൽ 89 മുതൽ 103 വരെയുള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താ? ആക്ടിനൈഡുകളാണ്. ഓപ്ഷൻ എ ആക്ടിനൈഡുകൾ എന്നാണ്. ആക്ടിനൈഡുകൾ. ഇനി 41 റയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? റയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാ? ലാന്തനൈഡുകളാണ് കേട്ടോ. ലാന്തനൈഡുകൾ. ഓപ്ഷൻ ഡി ലാന്തനൈഡുകൾ. 42 പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. 43 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ആന്റോണിയോ ലാവോസിയർ ആണ്. ലാവോസിയർ ആണ് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത്. 44 മൂലകങ്ങളെ ത്രികങ്ങളായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? മൂലകങ്ങളെ ത്രികങ്ങളായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? JW ഡബറൈനർ ആണ്. ഓപ്ഷൻ ബി JW ഡബറൈനർ. 45 മൂലകങ്ങളെ ടെലൂറിക് ഹെലിക്സ് എന്ന രീതിയിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ടെലൂറിക് ഹെലിക്സ് എന്ന രീതിയിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ചാൻ കൊർട്ടോയാണ് കേട്ടോ. ചാൻ കൊർട്ടോയ്സ്. 46 അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂലാൻഡ് ആണ്. ഓപ്ഷൻ എ ന്യൂലാൻഡ്. 47 പീരിയോഡിക് ടേബിളിൽ മെൻഡലീവ് എത്ര മൂലകങ്ങളെയാണ് വിന്യസിച്ചത്? പീരിയോഡിക് ടേബിളിൽ മെൻഡലീവ് എത്ര മൂലകങ്ങളെയാണ് വർഗീകരിച്ചത്? എത്ര മൂലകങ്ങളെയാ? 63 മൂലകങ്ങളാണ്. ഓപ്ഷൻ സി 63 മൂലകങ്ങൾ. 48 പീരിയോഡിക് ലോ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പീരിയോഡിക് ലോ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ് കേട്ടോ. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ് പീരിയോഡിക് ലോ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. 49 പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളൊക്കെ അറിയപ്പെടുന്നത് എന്താ? ഗ്രൂപ്പുകളാണ് അല്ലെ? ഗ്രൂപ്പുകളാണ്. ഓപ്ഷൻ ബി ഗ്രൂപ്പുകൾ. 50 പീരിയോഡിക് ടേബിളിലെ വിലങ്ങനെയുള്ള റോ അറിയപ്പെടുന്നത് എന്താണ്? പീരിയോഡിക് ടേബിളിലെ വിലങ്ങനെയുള്ള റോകൾ അറിയപ്പെടുന്നത് എന്താ? പീരിയഡ് ആണ് കേട്ടോ. പീരിയഡ്. ഓപ്ഷൻ ബി പീരിയഡ്. 51ാമത്തെ ചോദ്യം പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ മൂലകമായ മെൻഡലീവത്തിന്റെ പ്രതീകം ഏതാണ്? അപ്പോൾ 101ാമത്തെ മൂലകമാണ് ഇത് മെൻഡലീവ് എന്ന് പറയുന്നത്. അതിന്റെ പ്രതീകം എന്താണ്? എന്താ? MD ആണ് കേട്ടോ. MD ആണ്. ഓപ്ഷൻ സി MD ആണ് മെൻഡലീവത്തിന്റെ പ്രതീകമായിട്ട് പറയുന്നത്. 52ാമത്തെ ചോദ്യം പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ്
ആരാ? മെൻഡലീവ് ആണ്. ഓപ്ഷൻ എ മെൻഡലീവ് ആണ് പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ്. 53 അറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? അറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാ? ഹെൻറി മോസ്ലി ആണ് കേട്ടോ. ഹെൻറി മോസ്ലി ആണ്. ഓപ്ഷൻ ബി ആണ് ഹെൻറി മോസ്ലി. 54 ആധുനിക പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് എന്താണ്? ആധുനിക പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് എന്താ? ആൽക്കലി ലോഹങ്ങളാണ് കേട്ടോ. ആൽക്കലി ലോഹങ്ങൾ. ഓപ്ഷൻ സി ആൽക്കലി ലോഹങ്ങൾ. 55 പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് എന്താണ്? പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് എന്താ? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ഓപ്ഷൻ ഡി ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. ഇനി 56-ാമത്തെ ചോദ്യം, സംക്രമണ മൂലകങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്? സംക്രമണ മൂലകങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാ? 3 മുതൽ 12 വരെയാണ്. ഓപ്ഷൻ ബി 3 മുതൽ 12 വരെയാണ് ഏത്? സംക്രമണ മൂലകങ്ങളുള്ളത്. ഇനി 57-ാമത്തെ ചോദ്യം, ഹാലജൻ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഹാലജൻ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാ? 17-ാം ഗ്രൂപ്പാണ്. ഓപ്ഷൻ ബി ഹാലജനുകൾ എന്നറിയപ്പെടുന്ന ഏതാ? 17-ാം ഗ്രൂപ്പാണ്. ഇനി 58 ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാ? ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് 18-ാം ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ഏത്? ഉത്കൃഷ്ടവാതകങ്ങൾ. ഇനി 59 കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകം. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകം ഏതാ? ഹീലിയമാണ്. ഓപ്ഷൻ ബി ഹീലിയമാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആൽക്കലി ലോഹങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പോ അത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് ഏതായിരുന്നു? സംക്രമണ മൂലകങ്ങൾ അല്ലെ, സംക്രമണ ലോഹങ്ങൾ. അല്ലെങ്കിൽ 3 മുതൽ 12 വരെ ഏതാ? സംക്രമണ ലോഹങ്ങളാണ്. 17-ാം ഗ്രൂപ്പ് ഏതുവരെല്ലാം? ഹാലജനുകളാണ് അല്ലെ. 17-ാം ഗ്രൂപ്പ് ഏതുവരെല്ലാം അറിയപ്പെടുന്നത്? ഹാലജനുകൾ എന്ന പേരിലാണ്. 18-ാമത്തെ ഗ്രൂപ്പ് എന്ത് പേരില? ഉത്കൃഷ്ടവാതകങ്ങൾ. 18 ഏതാ? ഉത്കൃഷ്ടവാതകങ്ങൾ. പിന്നെ ഓർത്തു വെക്കേണ്ടത് 13 ബോറോൺ കുടുംബമാണ്, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം. 17ഉം 18ഉം നമ്മൾ പറഞ്ഞു അല്ലേ. 17 ഹാലജൻ, 18 ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഇനി 60-ാമത്തെ ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആധുനിക പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ് ആരാ? ഹെൻറി മോസ്ലി ആണ്. ഓപ്ഷൻ സി ഹെൻറി മോസ്ലി ആണ്. 61 മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ആദ്യമായിട്ട് വിന്യസിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ആദ്യമായിട്ട് വിന്യസിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂലാൻഡ് ആണ്. ഓപ്ഷൻ ഡി ന്യൂലാൻഡ്. 62 ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന അലസവാതകം ഏതാണ്? ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന അലസവാതകം ഏതാ? റെഡോൺ ആണ് കേട്ടോ. ഓപ്ഷൻ എ റെഡോണ്. 63 റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള അലസവാതകം ഏതാണ്? റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള അലസവാതകം ഏതാ? റെഡോൺ അല്ലെ. റെഡോൺ തന്നെയാണ്. 64 ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ്? ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലസവാതകം ഏതാ? നിയോൺ ആണ്. ഓപ്ഷൻ എ നിയോൺ ആണ്. ഓപ്ഷൻ എ നിയോൺ ആണ്. ഇനി 65 പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പും അറിയപ്പെടുന്നത് എന്താണ്? പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പും അറിയപ്പെടുന്നത് എന്താ അറിയപ്പെടുന്നത്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് കേട്ടോ. പ്രാതിനിധ്യ മൂലകങ്ങൾ. 66 ലാന്തനോയിഡുകൾ ഏത് പീരീഡിലാണ്? ലാന്തനോയിഡുകൾ ഏത് പീരീഡിലാണ്? ഏത് പീരീഡിലാണ്? 6ാമത്തെ പീരീഡിലാണ് കേട്ടോ. ലാന്തനോയിഡുകൾ ഏത് പീരീഡിലാണ്? 6ാമത്തെ പീരീഡിലാണ്. 67 റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് ഡാഷ്. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ
ഏതാ? ലാൻത്തനോയിഡുകളാണ് അല്ലെ. ലാൻത്തനോയിഡുകളാണ് റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 68 മൂലകങ്ങൾക്ക് പേര് നൽകുന്ന സംഘടന ഏതാണ്? മൂലകങ്ങൾക്ക് പേര് നൽകുന്ന സംഘടന ഏതാ? IUPAC അല്ലെ. IUPAC. ഓപ്ഷൻ ഡി IUPAC. 69 ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡാഷ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങൾ ഏതാ? ഉപലോഹങ്ങളാണ് കേട്ടോ. ഉപലോഹങ്ങൾ. ഓപ്ഷൻ ഡി ഉപലോഹങ്ങൾ. 70 ഉപലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഉപലോഹങ്ങൾക്ക് ഉദാഹരണം ഏതാ? ആർസനിക്, ജർമേനിയം, സിലിക്കൺ ആണ് കേട്ടോ. ആർസനിക്, ജർമേനിയം, സിലിക്കൺ. 71 ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഏതാണ്? ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഏതാ? മെർക്കുറിയാണ്. ഓപ്ഷൻ എ മെർക്കുറി. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകമാണ് മെർക്കുറി. 72 പീരിയോഡിക് ടേബിളിന്റെ 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? പീരിയോഡിക് ടേബിളിന്റെ 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താ? അലസവാതകങ്ങളാണ് കേട്ടോ. അലസവാതകങ്ങൾ. ഓപ്ഷൻ എ അലസവാതകങ്ങൾ. 73 മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ആന്റോണിയോ ലാവോസിയർ ആണ്. ആന്റോണിയോ ലാവോസിയർ ആണ്. 74 മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാ? ഹെൻറി മോസ്ലി തന്നെയാണ് കേട്ടോ. ഹെൻറി മോസ്ലി തന്നെയാണ്. 75 ഡൊബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവ അറിയപ്പെടുന്നത് എന്താണ്? ഡൊബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ത്രികങ്ങളാണ് കേട്ടോ. ത്രികങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 76 1866 അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 1866 അഷ്ടക നിയമം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂലാൻഡ് ആണ് കേട്ടോ. ന്യൂലാൻഡ്. ഓപ്ഷൻ എ ന്യൂലാൻഡ്. 77 1789 ലാവോസിയ ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 1789 ലാവോസിയർ ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 30 ആണ്. ഓപ്ഷൻ എ 30. 78 ന്യൂലാൻഡിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? ന്യൂലാൻഡിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 56 ആണ്. ഓപ്ഷൻ ബി 56. 79 തന്റെ വർഗീകരണത്തിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? തന്റെ വർഗീകരണത്തിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂലാൻഡ് ആണ് കേട്ടോ. ന്യൂലാൻഡ്. ഓപ്ഷൻ എ ന്യൂലാൻഡ്. 80ാമത്തെ ചോദ്യം അഷ്ടക നിയമത്തിന്റെ പരിമിതി എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ അഷ്ടക നിയമത്തിന്റെ പരിമിതി എന്താന്ന് കണ്ടെത്താം. എന്തായിരുന്നു? അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങൾ എന്തില്ല? അഷ്ടക നിയമം പാലിക്കപ്പെടുന്നില്ല. 81 1869 ആദ്യമായിട്ട് മൂലക വർഗീകരണത്തിനായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? 1869 ആദ്യമായിട്ട് മൂലക വർഗീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ ആരാ? ദിമിത്രി ഇവാനോ മെന്റലീവ് ആണ്. ദിമിത്രി ഇവാനോ മെന്റലീവ്.
ഇനി 82ാമത്തെ ചോദ്യം, മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 63 ഓപ്ഷൻ എ 63. 83ാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് മാസിന്റെ ആവർത്തന ഫലമാണെന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ് എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാ? മെൻഡലിയേവിന്റെ പീരിയോഡിക് നിയമമാട്ടോ. മെൻഡലിയേവിന്റെ പീരിയോഡിക് നിയമം. 84 സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചതാരാം? സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ആരായിരുന്നു? മെൻഡലീവ് ആട്ടോ. മെൻഡലീവ്. 85 മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ് എന്ന് പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് ആരാണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ് എന്ന് പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് ആരാണ്? ആരാ? ഹെൻറി മോസ്ലി ആട്ടോ. ഹെൻറി മോസ്ലി. 86 കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? മെൻഡലീവ്. മെൻഡലീവ്. ഓപ്ഷൻ സി മെൻഡലീവ്. 87 മോസ്ലി തന്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് അറ്റോമിക നമ്പർ നൽകിയത്? മോസ്ലി തന്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് അറ്റോമിക നമ്പറുകൾ നൽകിയത്? എങ്ങനെയായിരുന്നു? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെയാണ് കേട്ടോ. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ. 88 ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരീഡുകളുടെ എണ്ണം എത്രയാണ്? ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരീഡുകളുടെ എണ്ണം എത്രയായിരുന്നു? 7 ഓപ്ഷൻ ഡി 7. 89 ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരിയഡ് ഏതാണ്? ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരിയഡ് ഏതാ? ഫസ്റ്റ് അല്ലെ, ഒന്നാമത്തേത് തന്നെയാണ്. 90 മൂന്നാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? മൂന്നാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാ? 8 ഓപ്ഷൻ സി 8. 91 ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെയുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെയുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാ? 18 ഗ്രൂപ്പുകളാണ്. 92ാമത്തെ ചോദ്യം, രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അല്ലെ. ഓപ്ഷൻ ഡി ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 93 പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത് എനിക്കൊന്ന് റിപ്പീറ്റേഷൻ അല്ലേ, എന്തായിരുന്നു? പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെ. ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. 94 പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്തായിരുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ. കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ട്. ഉത്കൃഷ്ടവാതകങ്ങൾ. 95 സാധാരണയായിട്ട് മറ്റുള്ള മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാധാരണയായിട്ട് മറ്റുള്ള മൂലകങ്ങളുമായിട്ട് സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അലസവാതകങ്ങളാണ്. ഓപ്ഷൻ ബി അലസവാതകങ്ങൾ. 96 കാലാവസ്ഥാ ബലൂണുകളിൽ ഹീലിയം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചായിരുന്നു. കാലാവസ്ഥാ ബലൂണുകളിൽ നിറക്കുന്ന വാതകമാണ് ഇത് ഹീലിയം എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? സാന്ദ്രത വളരെ കുറവായത് കൊണ്ടാണ് കേട്ടോ. സാന്ദ്രത വളരെ കുറവായത് കൊണ്ടാണ്. ഇനി 97ാമത്തെ ചോദ്യം, ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട്
ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കുന്ന വാതകം? ഏതാ? നിയോൺ ആണ് കേട്ടോ. നിയോൺ. ഓപ്ഷൻ സി നിയോണ്. 98ാമത്തെ ചോദ്യം, കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം നമ്മൾ പറഞ്ഞതായിരുന്നു. ഏതാ? ഹീലിയമാണ്. 99ാമത്തെ ചോദ്യം, മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് ആദ്യത്തേതിൻ്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തിയ നിയമം ഏതാണ്? മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതിയപ്പോൾ എട്ടാമത് ആദ്യത്തേതിൻ്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തിയ നിയമം അഷ്ടക നിയമമാണ് അല്ലേ? ഏതാ? ഓപ്ഷൻ എ അഷ്ടക നിയമമാണ്.